നമസ്കാരം. അപ്പോൾ അടുത്തത് നമ്മൾ സിലബസിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളൊരു തിൻ ഫിലിം, ഒരു ഉദാഹരണത്തിന് ഓയിലിന്റെ ഒരു തിൻ ഫിലിം എടുത്തു. ആ ഓയിൽ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ്, ബോട്ടം സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ്, ഇത് രണ്ട് സോഴ്സ് പോലെ, രണ്ട് കൊഹറന്റ് സോഴ്സ് പോലെ ആക്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും അത് കൊഹറന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇന്റർഫറൻസ് നടക്കും. അതിന്റെ പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ നേച്ചർ എങ്ങനെയെന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. അതിന്റെ ഫിസിക്സ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. തിയറി ഓഫ് തിൻ ഫിലിംസ്. ഒരു തിൻ ഫിലിം കൺസിഡർ ചെയ്യും. ഞാൻ ആ തിൻ ഫിലിമിനെ അല്പം എക്സാജറേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. എക്സാജറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തിൻ ഫിലിം എന്ന് പറയുന്നത് എന്താവും? ഒരു തിക്ക് ഫിലിം ആവും. ഓക്കെ. അപ്പോ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മ്യൂ. ഈ തിക്നെസ് ടി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പേരും കൊടുക്കാൻ സൗകര്യത്തിന് വേണ്ടി പി ക്യു ആർ എസ്. ഓക്കെ. അടുത്തത്, ഒരു റേ ഓഫ് ലൈറ്റ് ഇതിലേക്ക് വീഴുന്നു. ഇത് ചരിഞ്ഞ് തന്നെ വീണോട്ടെ. ഒരു റേ ഓഫ് ലൈറ്റ് വീഴുന്നു. ആ റേ ഓഫ് ലൈറ്റിന് ഞാൻ എ ബി എന്ന് വിളിച്ചു. ഓക്കെ. ഞാൻ വരയ്ക്കുന്നത് പോലെ തന്നെ പടം വരച്ച് പഠിക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഒരു പിക്ചർ അല്ല, മറിച്ച് ഒരു പ്രോസസ്സിന്റെ റിസൾട്ടാണ്. അപ്പൊ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ അടുത്തത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഞാനിവിടെ ഒരു നോർമൽ വരച്ചു. ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞ് ഞാനിവിടെ മാർക്ക് ചെയ്തു ഐ. ഇവിടെ സ്വാഭാവികമായിട്ടും റിഫ്ലക്ഷൻ നടക്കണമല്ലോ. സോ വൺ പാർട്ട് ഓഫ് ലൈറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെ ആയിരിക്കും? ഐ തന്നെ ആയിരിക്കും. അടുത്തത് എന്ത് ചെയ്യും? ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്ത് വേറൊരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാർട്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എൻറ്ററിംഗ് ഫ്രം എ റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. അപ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇങ്ങനെ ബെൻഡ് ചെയ്തു. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആർ. അപ്പോൾ ഈ പോയിന്റിന്, ഈ റിഫ്ലക്ട് ചെയ്ത റേ ഞാൻ ബി സി എന്നെടുത്തു. അടുത്തത് ഈ അടുത്ത പോയിന്റിന് നമ്മൾ എടുക്കുന്നു ഡി എന്നെടുക്കുന്നു. ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഇത് വന്ന്, ഇനി ഞാൻ ഇവിടെ ഒരു നോർമൽ വരയ്ക്കും. ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? ഇതിന് പാരലായിട്ട് വരച്ചതുകൊണ്ട് ഇത് 6 തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഇവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് പറയുന്നത് എന്താണ്? വൺ പാർട്ട് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ആ റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയാണ്? 6 തന്നെയാണ്. അടുത്തത്, അപ്പൊ ഇതിനെ ഞാൻ ഡി എന്നെടുത്തു. ഇത് ഈ പോയിന്റിൽ നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ അനദർ പാർട്ട് വിൽ ഗെറ്റ് റിഫ്രാക്റ്റഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യാണ്. സോ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. അതെന്ത് തന്നെ ആയിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐക്ക് തുല്യമായിരിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എ ബി എന്ന് പറയുന്നതും ഡി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും പാരലൽ റേസ് ആയിരിക്കും. അടുത്തത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഇവിടെ ഒരു പാർട്ട് റിഫ്രാക്ട് ചെയ്യുന്നു. ആ റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഐ തന്നെ ആയിരിക്കും. വേറൊരു പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അത് ഞാൻ കാണിക്കുന്നില്ല, തൽക്കാലം നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ബി സി എന്നും ഈ എഫ് ഇ ജി, ബി സി ഇ ജി, ഈ രണ്ട് റേസും ഇപ്പൊ പാരലായിട്ടാണ് പോകുന്നത്. രണ്ട് റേസും പാരലായിട്ട് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേവ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള വേവ്സ് ഉണ്ട്. ആ വേവ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർപോസ് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടണം? ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണം. ഈ ബി സി ഇ ജി ഇത് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർഫിയർ ചെയ്യുന്നത്. ഓക്കെ. ആ ഇന്റർഫറൻസ് പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഒബ്സർവർ നോക്കുന്നു. ഇത് ഒബ്സർവറുടെ കണ്ണാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാൾ നോക്കുമ്പോൾ എന്ത് കാണുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഓക്കെ. അപ്പോ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നോർമൽ വരയ്ക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്കൊരു നോർമൽ വരച്ചു എൻ. സോ ഈ എൻ എന്ന് പറയുന്നത് ആണ് നോർമൽ. അവിടെ വരച്ചു. ഇനി നിങ്ങൾ ബാക്കിയുള്ള ആംഗിളുകളൊന്ന് അടയാളപ്പെടുത്താൻ നോക്കിക്കേ. ഇവിടെ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് 90 മൈനസ് ഐ ആയിരിക്കും. ആണല്ലോ. ഇത് 90 മൈനസ് ഐ ആണ്. ഇത് 90 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? ഐ തന്നെ.
ഇനി ഞാൻ ഇവിടെ നിന്നൊരു നോർമൽ ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എം എന്നെടുക്കാം. എം ഇത് 90 ഡിഗ്രി. ഓക്കെ, ഇത് 6 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 90 മൈനസ് 6 ആണ്. ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 6 തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പ്രോസസ്സ് മനസ്സിലാക്കി തന്നെ എപ്പോഴും ഫിഗർ വരയ്ക്കണം. നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാനായിട്ട് ആവശ്യം വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ പതുക്കെ ഈ റേ കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് ജി വരെ എത്തി. ഇത് എച്ച് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? ഇത് ഐസോസിലസ് അല്ലേ? ഇത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണെങ്കിൽ പാരലായിട്ടുള്ളതിനെ മേക്ക് ചെയ്യുന്നത് എത്ര ആംഗിൾ ആയിരിക്കും? 6 തന്നെ ആയിരിക്കും. ഓക്കെ, 6 എന്ന് പറയുന്ന ആംഗിൾ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെയും ഞാൻ ഈ പോയിന്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നു, ഐ എന്ന് മാർക്ക് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ ഫിഗർ? ഞാനതൊന്നുകൂടെ ഒന്ന് കംപ്ലീറ്റ് വരത്തക്ക രീതിയിൽ കാണിക്കുകയാണ്. അല്പം ലോങ് ഷോട്ടിൽ. ക്ലിയർ ആണല്ലോ? ഒരു റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, അതിന്റെ പാർട്ട് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു, ഒരു പാർട്ട് റിഫ്രാക്ട് ചെയ്യുന്നു. ഈ പോയിന്റിൽ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, വേറൊരു പാർട്ട് റിഫ്രാക്ട് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇത് ഒരു പാർട്ട് റിഫ്രാക്ട് ചെയ്യുന്നു, വേറൊരു പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ആ റിഫ്ലക്ട് ചെയ്യുന്ന പാർട്ട് നമ്മളിപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബി സി എന്ന് പറയുന്ന റേയും ഇ ജി എന്ന് പറയുന്ന റേയും തമ്മിലുള്ള ഇന്റർഫറൻസ് ആണ്. ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾ ഈ ഓരോ റേയും ട്രാവൽ ചെയ്യുന്ന ഇത് തമ്മിലുള്ള ഇതും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇത് ഇങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ബി സി ആണ് അതിന്റെ പാത്ത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ബി ഡി പ്ലസ് ഡിഇ പ്ലസ് ഇ ജി ആണ്. ഈ എൻ സിയും ഇ ജിയും സെയിം ആയതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഗറിൽ കണ്ടാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു, ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ഇവിടെ ട്രാവൽ ചെയ്യുന്ന പാത്ത് ബി ഡി പ്ലസ് ഡി. അത് കഴിഞ്ഞ് ഇ ജിയും എൻ സിയും സെയിം ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി എന്തുണ്ട്? ബി എൻ ഉണ്ട്. അതായത് ബി ഡി പ്ലസ് ഡിഇ മൈനസ് ബി എൻ ആണ് നമ്മൾ ഫിഗറിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാത്ത് ഡിഫറൻസ്. അത് കംപ്ലീറ്റ് ശരിയാണോ? ഈ ബി ഡി പ്ലസ് ഡി ഫിഗർ കണ്ടപ്പോൾ ശരിയാണ്. പക്ഷെ ബി ഡി പ്ലസ് ഡി എന്ന് പറയുന്നത് ട്രാവേഴ്സ് ചെയ്യുന്നത് എന്തിലാണ്? അത് ട്രാവേഴ്സ് ചെയ്യുന്നത് ഈ മ്യൂ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിനകത്താണ്, അല്ലെ? സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ എന്തെടുക്കേണ്ടി വരും? കഴിഞ്ഞ ഇതിൽ ഞാൻ ഓപ്റ്റിക്കൽ പാത്ത് എന്താണെന്ന് പറഞ്ഞു, ഓപ്റ്റിക്കൽ ഇക്വലന്റ് പാത്ത് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ബി ഡി പ്ലസ് ഡിയുടെ ഇക്വലന്റ് ആയിട്ടുള്ള ഓപ്റ്റിക്കൽ പാത്താണ്. സോ എന്ത് ചെയ്യണം? ഞാൻ അതിനെ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഇക്വേഷൻ ശരി ആവൂ. അപ്പോൾ മ്യൂ ഇൻറ്റു ബി ഡി പ്ലസ് ഡിഇ മൈനസ് ബി എൻ എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഇ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എച്ച് ഡിക്ക് തുല്യമല്ലേ? അതായത് ബി ഡി, ഡിഇ, എച്ച് ഡി എന്നിവ തുല്യമാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ബി ഡിക്ക് പകരം ഞാൻ മാറ്റി എഴുതുന്നു മ്യൂ ഇൻറ്റു, ഇതാ നോക്കി എന്താണ് മ്യൂ ഇൻറ്റു, ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ബി ഡി ഈസ് ഈക്വൽ ടു എച്ച് ഡി. എച്ച് ഡി പ്ലസ് ഡിഇ മൈനസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു, ഫിഗർ നോക്കൂ, എച്ച് ഡി പ്ലസ് ഡിഇ എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഡി പ്ലസ് ഡിഇ എന്ന് പറയുന്നത് എച്ച് ഇ അല്ലേ? സോ ഇൻറ്റു എച്ച് ഇ മൈനസ് ബി. നമുക്കൊരു ഇക്വേഷൻ ആയിട്ട്, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഞാനിത് എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഫിഗർ നോക്കണം. ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഈ പേപ്പർ അപ്പുറത്തെ സൈഡിലോട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. നമ്മൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് ബി ഡി പ്ലസ് ഇത് ഇട്ട് കിട്ടി. അപ്പോൾ ഈ ബി ഡിക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ എച്ച് ഡി ആയി. അത് ഫലത്തിൽ എന്തായി? എച്ച് ഇ ആയി. എച്ച് ഇ മൈനസ് പി എൻ ആണ്. അപ്പോൾ ബി എൻ എന്ന് പറയുന്ന എയറിലാണ്, എച്ച് ഇ എന്ന് പറയുന്നത് മീഡിയത്തിലാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇക്വലൻസി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ ആക്കുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ ഈ ഇത് നിങ്ങൾ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ ട്രയാങ്കിളിൽ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. എനിക്കിങ്ങനെ, ഇത് ബി എൻ ഉള്ള ട്രയാങ്കിൾ അല്ലേ?
ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BEN. ഓക്കെ, BEN എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇത് N എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ അല്ലെങ്കിൽ BNE എന്ന് എടുക്കുക. BNE എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൽ I എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് BN, ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് BE ആണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? സൈൻ I ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ BNE I can write sin I. നോക്കിയ സൈൻ I ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? BN ബൈ B. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്നെടുത്തു. ഇനി ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാൽ BME ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ BME എന്ന് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BMEയിൽ എടുത്തു കഴിഞ്ഞാൽ ME എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്, BE എന്ന് പറയുന്നത് ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ സൈൻ R ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ME ഡിവൈഡഡ് ബൈ B. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നതാണ് സൈൻ. സോ ഇത് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് ഞാൻ എഴുതി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് സൈൻ ആണ്, മറ്റേത് സൈൻ R. സൈൻ I എന്ന് പറയുന്നത് ഇത് സൈൻ R. അപ്പൊ ഞാൻ 2/3 എടുക്കുന്നു. സൈൻ I ബൈ സൈൻ R. സ്നെൽസ് ലോ അറിയാം. എന്ന് പറയുന്നത് എന്തായി? BN ബൈ BE ഡിവൈഡഡ് ബൈ ME ഡിവൈഡഡ് ബൈ BI. അല്ലെന്നുണ്ടെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു BN ഡിവൈഡഡ് ബൈ ME അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, BN ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ME. ഇതിന് ഇക്വേഷൻ ഞാൻ നേരത്തെ 3 ഇത് 4 എന്നെടുത്തു. ഇതാണ് നമ്മുടെ BN എന്ന് പറയുന്നത് മ്യൂ ME കിട്ടി. നമ്മുടെ ഇക്വേഷൻ 1 നോക്കിയേ, മ്യൂ HE മൈനസ് BN ആണ്. അപ്പം ഞാൻ അതങ്ങ് മാറ്റുന്നു, BN പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇതെന്താവും? മ്യൂ HE മൈനസ് മ്യൂ BN എന്തായിരുന്നു? ME. മ്യൂ ME ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു HE മൈനസ് ME. HE എന്ന് പറയുന്നത് ഇതാണ്, ME എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെയാണ്. സോ അതെന്തായിട്ട് മാറുന്നു? HM ആയിട്ട് മാറുന്നു. ഇതല്ലേ M. സോ ഇറ്റ് ബിക്കംസ് HM. സോ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു HM. ഇതിനെ ഞാൻ ഇക്വേഷൻ മ്യൂ ഇൻറ്റു HM ഇക്വേഷൻ 5 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഈ മ്യൂ ഇൻറ്റു HM കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് HMB. സ്വാഭാവികമായിട്ട് ഇത് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഇവിടെ റൈറ്റ് ആംഗിൾ ആയിരിക്കണമല്ലോ. സോ വി ഹാവ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താണ്? HME ഗിവ്സ്. ആ ട്രയാങ്കിൾ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ എടുത്താൽ ഇത് നോക്കിയേ, HM എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ ഞാൻ ആ അഡ്ജസന്റ് സൈഡ് എടുത്തു. HM ഡിവൈഡഡ് ബൈ BH എന്ന് പറയുന്നത് അതിന്റെ BH എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ HM എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ്, BH എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്. സോ HM ബൈ BH എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു കോസ് R. അല്ലെന്നുണ്ടെങ്കിൽ BH ഈസ് ഈക്വൽ ടു MH നമുക്ക് വേണ്ടത് HM ഈസ് ഈക്വൽ ടു BH കോസ് R എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ ഇൻറ്റു BH കോസ് R. ഇനി BH എന്താണെന്ന് നോക്കിയേ, BI എന്ന് പറയുന്നത് T ആണ്. IH എന്ന് പറയുന്നത് BIക്ക് തുല്യമാണ് അല്ലേ? BI എന്ന് പറയുന്നത്
ടി ആണ്. ഐ എച്ച് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് തുല്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബി ഐ എന്ന് പറയുന്നത് ടി ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 2t. സോ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 mu t cos. ഇതിനെ ഇക്വേഷൻ 6 എന്ന് എടുക്കുന്നു. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 mu t cos r എന്ന് നമുക്ക് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ രണ്ട് ഇന്റർഫിയറിംഗ് റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്. ബി സി എന്ന് പറയുന്ന ഒരു റേ, ഇ ജി എന്ന് പറയുന്നത് അടുത്ത റേ. ഇത് രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത്രയുമാണ്. ബി ഡി പ്ലസ് ഡി ഇ ഇൻ ദ മീഡിയം മൈനസ് ബി എൻ ഇൻ എയർ. അതെന്ന് പറയുന്നത് എന്തിനു തുല്യമായിട്ട് കിട്ടി? 2 mu t cos r എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് കൊസൈൻ ലോ എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഡിറൈവ് കൊസൈൻ ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ കുഴപ്പമുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 mu t cos r എന്ന് കിട്ടി. വേറെ കുഴപ്പമൊന്നുമില്ല. ഫിഗർ എല്ലാം നോക്കി അത് ശരിയാണ്. നമ്മളവിടെ ആ ഒരു അടുത്ത എന്ത് പറയാനായിട്ട് ഇതിന്റെ മീഡിയത്തിനിടയിലുള്ള മ്യൂവിന്റെ എഫക്റ്റ് ഒക്കെ കൺസിഡർ ചെയ്തു, ഓപ്റ്റിക്കൽ പാത്തൊക്കെ കൺസിഡർ ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ഫ്രം എ ഡെൻസർ മീഡിയം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ എയറും ഇവിടെ നമ്മുടെ മീഡിയവുമാണ്, തിൻ ഫിലിമാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഇതൊരു റെയറർ മീഡിയത്തിൽ നിന്നാണ്. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, ഇതിനകത്ത് കൂടുതലാണ്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, കുറവാണ്. ഇവിടെ വന്നിട്ട് ഇത് കൂടിയ ഒരു മീഡിയത്തിൽ നിന്നാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഓപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ ഒരു റിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫേസ് റിവേഴ്സൽ ഉണ്ടാകുമെന്നാണ് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പൊ അതായത് ഈ ഒരു സ്ഥലത്ത് ഒരു അഡീഷൻ ഒരു ഫേസ് റിവേഴ്സൽ ഉണ്ടായി. ഫേസ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 180 ഡിഗ്രി പാത്ത് ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പൈ പാത്ത് ഡിഫറൻസ് ഉണ്ടായി എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ പൈ പാത്ത് ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും, പൈ ഫേസ് ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും അവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്? 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ലാംഡ. അല്ലെന്നുണ്ടെങ്കിൽ പൈ എന്ന് പറഞ്ഞാൽ λ/2. ഈ λ/2 നമ്മൾ കൺസിഡർ ചെയ്തോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തുകൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും? ഈ λ/2 കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഈ ബി എൻ എന്ന് പറഞ്ഞ ബി എൻ എന്ന് പറയുന്ന എയറിൽ കുറച്ചതിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ ആഡ് ചെയ്യണമായിരുന്നു? ഈ λ/2 കൂടി ആഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ഇവിടെ ബി എൻ മൈനസ് ബി എൻ പ്ലസ് λ/2 ആവും. മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ബി എൻ മൈനസ് λ/2 ആവും. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 mu t cos r മൈനസ് λ/2. ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ്. മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ചുള്ള ആ ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 mu t cos r മൈനസ് λ/2. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, അതിന്റെ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n λ. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു n λ. അതായത് 2 mu t cos r മൈനസ് λ/2 ഈസ് ഈക്വൽ ടു n λ. അല്ലെങ്കിൽ 2 mu t cos r ഈസ് ഈക്വൽ ടു n λ പ്ലസ് λ/2. അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 λ/2. Okay, so 2 mu t cos r is equal to 2n plus 1 λ/2 is the condition for constructive interference. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്തായിരിക്കും? നമ്മുടെ ഫിലിം എന്ന് പറയുന്നത് നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫിലിം ബ്രൈറ്റ് ആയിരിക്കും. ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് ആ തിക്നെസ്, യൂണിഫോം തിക്നെസ് ഉള്ള ഫിലിമിലോട്ട് വീഴുന്നു എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ 2 mu t cos r is equal to 2n plus 1 λ/2 എന്ന് പറയുന്നൊരു കണ്ടീഷൻ കിട്ടും. അതെന്തായിരിക്കും? അവിടെ ഫിലിം എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഡിസ്ട്രക്റ്റീവിന്റെ കണ്ടീഷൻ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്
ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ലാംഡ ബൈ 2 എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതായത് 2 mu t cos r ഈസ് മൈനസ് ലാംഡ ബൈ 2 ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ലാംഡ ബൈ 2 അല്ലെങ്കിൽ 2 mu t cos r ഈസ് ഈക്വൽ ടു ഇന്ന് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇതെന്തായി n ലാംഡ ആയി പ്ലസ് ലാംഡ ബൈ 2 ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ലാംഡ ബൈ 2 അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി n പ്ലസ് 1 ലാംഡ എന്ന് കിട്ടി. 2 mu t cos r ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ലാംഡ. n എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ n പ്ലസ് 1 എന്ത് തന്നെയാണ് ഇൻറ്റീജർ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഈ ഒരു കേസിൽ നമ്മൾ n-ന് 0 തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് വീണ്ടും ഇങ്ങനെ എഴുതാൻ പറ്റും 2 mu t cos r ഈസ് ഈക്വൽ ടു n ലാംഡ എന്ന് തന്നെ എഴുതാം. പക്ഷേ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് തുടങ്ങുന്നതിന് പകരം 1, 2, 3 എക്സെട്ര എന്ന് തുടങ്ങേണ്ടതായിട്ട് വരും. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. അപ്പൊ പെട്ടെന്ന് ഈ 2 mu t cos r എന്ന് പറയുന്നതാണ് ഡെൽറ്റ എന്ന് മനസ്സിൽ വരരുത്. 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 ആണ് അവിടുത്തെ പാത്ത് ഡിഫറൻസ്. അങ്ങനെ അതുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻസ് ഇതാണ്. ഫോർ ദ ഫിലിം ടു ബി ബ്രൈറ്റ് അല്ലെങ്കിൽ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് 2 mu t cos r ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ലാംഡ ബൈ 2. ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അതായത് ദ ഫിലിം വിൽ അപ്പിയർ ഡാർക്ക് വെൻ 2 mu t cos r ഈസ് ഈക്വൽ ടു n ലാംഡ. ഓക്കെ.